ഓരോന്നും എന്തൊക്കെയാണ് എന്ന് നോക്കാം. അതിലൊന്നാമത്തത് മീഡിയൽ സ്ട്രയ. മീഡിയൽ സ്ട്രയ ലെസ് ഡിസ്റ്റിങ്ക്റ്റ് ആണ് മനുഷ്യരിൽ. ഇത് ഫോം ചെയ്യുന്നത് നമ്മുടെ ടഫ്റ്റഡ് സെൽസ് ഉണ്ടല്ലോ, നേരത്തെ പറഞ്ഞ ടഫ്റ്റഡ് സെൽസിൻ്റെ ആക്സോൺസ് വഴിയാണ് ഇത് ഫോം ചെയ്യുന്നത്. ഇത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ക്രോസ് ചെയ്തിട്ട് സൈഡിലെ ആൻറ്റീരിയർ കമ്മീഷറിനെ ക്രോസ് ചെയ്തിട്ട് ഓൾഫാക്ടറി ബൾബിലെത്തും. എന്നിട്ടത് ഗ്രാന്യൂൾ സെൽസുമായിട്ട് സിനാപ്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഗ്രാന്യൂൾ സെൽസുമായിട്ട് സിനാപ്സ് ചെയ്യും. ഇതാണ് മീഡിയൽ സ്ട്രയ. ഇതിനെക്കുറിച്ച് കുറച്ചും കൂടെ മീഡിയൽ സ്ട്രയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഇനി അടുത്തത് ലാറ്ററൽ ഓൾഫാക്ടറി സ്ട്രയ. മീഡിയൽ സ്ട്രയ അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് സ്ട്രയ എന്നും പറയും. മീഡിയൽ സ്ട്രയ എന്ന് തന്നെയാണ് പറയുന്നത്. മീഡിയൽ സ്ട്രയ ഇത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ശരിക്കും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആക്സോൺസ് ഓഫ് ടഫ്റ്റഡ് സെൽസ് ആണല്ലോ. ഇത് ഓൾഫാക്ടറി ബൾബിലും അതേപോലെ ഓൾഫാക്ടറി ട്യൂബർക്കിളിലും എത്തും. ഓപ്പോസിറ്റ് സൈഡിലുള്ള ഓൾഫാക്ടറി ട്യൂബർക്കിൾ എന്ന് പറയുന്നത് പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ചിത്രത്തിൽ നമ്മുടെ ടഫ്റ്റഡ് സെൽസ് ഇതിൽ കാണിച്ചിട്ടുണ്ട്, മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് കാണുന്നത് ടഫ്റ്റഡ് സെൽസാണ്. അത് പോയിട്ട് ഇവിടെ ഈ ഒരു ഓൾഫാക്ടറി ട്യൂബർക്കിൾ മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗം കണ്ടോ, ഒരു റൗണ്ട് മീൻസ് ഈ ഒരു യെല്ലോൻ്റെ അടുത്തായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത് അവിടെ പോയി. അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു മാർക്ക് കണ്ടില്ലേ, അവിടെ നിന്ന് ഹൈപ്പോതലാമസിലേക്ക് പോകും. ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത് ഈ ബ്ലൂ കളറിൽ മാർക്ക് ചെയ്തിട്ടിരിക്കുന്ന ഭാഗമാണ് ഹൈപ്പോതലാമസ്. ഇവിടെ നിന്ന് ഹൈപ്പോതലാമസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അത് ഓർബിറ്റോ ഫ്രണ്ടൽ കോർട്ടെക്സിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഓർബിറ്റോ ഫ്രണ്ടൽ കോർട്ടെക്സ്, ഈ വയലറ്റ് കളർ, ആ ഭാഗത്തേക്ക് പോവുകയാണ് സാധാരണഗതിയിൽ ചെയ്യുന്നത്. പിന്നെ അത് ഇപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്ന പോലെ ആയിരിക്കില്ല. ഓപ്പോസിറ്റ് സൈഡിലെ ഇതിനെയാണ് ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് അത് പോകുന്നത്. ഇനി നമുക്ക് മീഡിയൽ സ്ട്രയ അല്ലേ പറഞ്ഞത്. ഇനി ലാറ്ററൽ ഓൾഫാക്ടറി സ്ട്രയ ഉണ്ട്. ഈ ലാറ്ററൽ ഓൾഫാക്ടറി സ്ട്രയ കമ്പോസ് ചെയ്തിരിക്കുന്നത് മിട്രൽ സെൽസിൻ്റെ ആക്സോൺസ്, നമ്മൾ പറഞ്ഞു ടഫ്റ്റഡ് സെൽസ് അല്ലെങ്കിൽ മിട്രൽ സെൽസ്, ഇതാണ്. ഈ മിട്രൽ സെൽസിൻ്റെ ആക്സോൺസുമായിട്ടാണ് ഇത് കമ്പോസ് ചെയ്തിരിക്കുന്നത്. അത് ഇപ്സിലാറ്ററൽ ഓൾഫാക്ടറി കോർട്ടെക്സിലേക്കാണ് പോകുന്നത്. അതായത് സെയിം സൈഡിലുള്ള ഓൾഫാക്ടറി കോർട്ടെക്സിലേക്ക് തന്നെയാണ് പോകുന്നത്. പിന്നെ വരുന്നത് ഇൻ്റർമീഡിയറ്റ് സ്ട്രയാണ്. ഈ ഇൻ്റർമീഡിയറ്റ് സ്ട്രയ ബാക്കി വരുന്ന ആക്സോൺസ്, മിട്രൽ സെൽസിൻ്റെ ബാക്കി വരുന്ന ആക്സോൺസ് എല്ലാം കൂടിയിട്ടാണ് എന്താവുന്നത്, കണ്ടെയ്ൻസ് റെസ്റ്റ് ഓഫ് ആക്സോൺസ് ഓഫ് മിട്രൽ സെൽസ്. ഇത് പോകുന്നത് ആൻഡ് ഗോസ് ടു ഓൾഫാക്ടറി കോർട്ടെക്സിലേക്ക് പോകും. ഈ ഓൾഫാക്ടറി കോർട്ടെക്സ് എന്ന് പറയുന്നത്, ഓൾഫാക്ടറി കോർട്ടെക്സ് എന്ന് പറഞ്ഞാൽ സിംപ്ലി നമ്മൾ വിചാരിച്ച പോലെ ഒരു സ്ഥലത്ത് മാത്രം ഒരു ലാറ്ററലൈസേഷൻ ഇല്ല എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. കാരണം ബ്രെയിനിലെ പല സ്ഥലങ്ങളിലായിട്ടാണ് ഓൾഫാക്ടറി കോർട്ടെക്സ് വരുന്നത്. അതിൽ ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൻറ്റീരിയർ ഓൾഫാക്ടറി ന്യൂക്ലിയസ്, പ്രിപ്രിഫോം കോർട്ടെക്സ് ആൻഡ് പ്രിപ്രിഫോം കോർട്ടെക്സ്, പിരിഫോം കോർട്ടെക്സ്, പ്രിപ്രിഫോമും പിരിഫോം കോർട്ടെക്സും. പിന്നെ അതേപോലെ ഇതിൻ്റെ ഒന്നും എന്താണെന്ന് നിങ്ങൾ ഡീപ്പായിട്ടൊന്നും പഠിക്കണ്ട. എന്തൊക്കെയാണ് ആ പേരുകൾ എന്നുള്ളത് മാത്രമേ നിങ്ങൾ പഠിക്കേണ്ട കാര്യമുള്ളൂ. അത്രയ്ക്ക് ഡീപ്പായിട്ട് നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. ഓൾഫാക്ടറി കോർട്ടെക്സ് എന്ന് പറഞ്ഞാൽ ഒരിത് മാത്രമല്ല, ഒരുപാട് കോർട്ടെക്സുകളാണ്, അല്ലെങ്കിൽ ഒരുപാട് ഭാഗങ്ങളിലുള്ള അതാണെന്നുള്ളത് മാത്രം മനസ്സിലാക്കിയാൽ മതി. അതിൻ്റെ പേരുകൾ നിങ്ങൾ പഠിക്കുക. ഓൾഫാക്ടറി ട്യൂബർക്കിൾ, പിന്നെ അതേപോലെ കോർട്ടിക്കോ മീഡിയൽ അമിഗ്ഡാല, ട്രാൻസിഷണൽ എൻഡോറീനൽ കോർട്ടെക്സ്, സെപ്റ്റൽ ന്യൂക്ലിയൈ, പാർട്സ് ഓഫ് ദ ഹൈപ്പോതലാമസ്. ഇങ്ങനെ ഡിഫറെൻറ്റ് ഭാഗങ്ങൾ കൂടി ചേരുന്നതാണ് നമ്മുടെ ഓൾഫാക്ടറി കോർട്ടെക്സ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതിൽ പിരിഫോം കോർട്ടെക്സ് നമ്മുടെ പിക്ചറിൽ കാണുന്നുണ്ട്. പിരിഫോം കോർട്ടെക്സ് ഈ നമ്മുടെ അമിഗ്ഡാലയുടെ ഭാഗത്തായിട്ട് കാണുന്നത് പിരിഫോം കോർട്ടെക്സ് ആണ്. പിന്നെ അതേപോലെ ഓൾഫാക്ടറി ട്യൂബർക്കിൾ നമ്മൾ നേരത്തെ കാണിച്ചു തന്നില്ലേ, ഇപ്പോൾ നേരെ പറഞ്ഞത് ഓൾഫാക്ടറി ട്യൂബർക്കിളും ഇതിൽ കാണുന്നുണ്ട്. പിന്നെ ഓർബിറ്റോ ഫ്രണ്ടൽ കോർട്ടെക്സ് ആണ് പിന്നെ ഇതിൽ കാണുന്നത്. ഓർബിറ്റോ ഫ്രണ്ടൽ കോർട്ടെക്സ്, വയലറ്റ് കളറിലുള്ള ഈ ഒരു ആക്സോൺസ് പോകുന്ന ഈ ഒരു ഭാഗം, അതാണ് ഓർബിറ്റോ ഫ്രണ്ടൽ കോർട്ടെക്സ്. പ്രധാനമായിട്ട് ഇതിൽ അത്രയ്ക്ക് തന്നെ മാർക്ക് ചെയ്തിട്ടുള്ളൂ. കാരണം എല്ലാം കൂടെ ഒരു സ്ഥലത്ത് നമുക്ക് അങ്ങനെ മാർക്ക് ചെയ്യാൻ കഴിയില്ല.
അത് പല സ്ഥലത്തായിട്ടാണ് ബ്രെയിനിൽ തന്നെ നിൽക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആ പേരുകൾ മാത്രം നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക ഏതൊക്കെയാണ് എന്നുള്ളത്. ഇനി നമുക്ക് അതിൽ തന്നെ പെരി അമിഗ്ഡലോയിഡ് ഏരിയ, പിരിഫോം കോർട്ടെക്സ് ആൻഡ് ദ പ്രീ പിരിഫോം ഏരിയ ഓഫ് ദ സെറിബ്രൽ കോർട്ടെക്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രൈമറി ഓൾഫാക്ടറി കോർട്ടെക്സ് എന്ന്. അതായത് ഓൾഫാക്ടറി കോർട്ടെക്സ് എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും അതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, പ്രൈമറി ആൻഡ് സെക്കൻഡറി. പ്രൈമറി ഓൾഫാക്ടറി കോർട്ടെക്സ്, സെക്കൻഡറി ഓൾഫാക്ടറി കോർട്ടെക്സ്. അതിൽ പ്രൈമറി എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ പെരി അമിഗ്ഡലോയിഡ് ഏരിയ, അതേപോലെ പിരിഫോം കോർട്ടെക്സ് നമ്മൾ കണ്ടു, പിക്ചറിലുണ്ട്. പിരിഫോം കോർട്ടെക്സിനോട് ചേർന്നിട്ടുള്ള ഭാഗം തന്നെയാണ് ഈ പെരി അമിഗ്ഡലോയിഡ് ഏരിയ. അതേപോലെ പ്രീ പിരിഫോം ഏരിയ എന്ന് പറഞ്ഞാൽ പിരിഫോം ഏരിയൻ്റെ മുമ്പുള്ള ഭാഗമാണ്, അതിന് മുമ്പായിട്ട് വരുന്ന ഏരിയ. ഈ എന്താ പറയുക, ഇത്രയും ഏരിയാസിന്, ഈ മൂന്നെണ്ണം, പെരി അമിഗ്ഡലോയിഡ് ഏരിയ, പിരിഫോം കോർട്ടെക്സ് ആൻഡ് പ്രീ പിരിഫോം ഏരിയ ഓഫ് സെറിബ്രൽ കോർട്ടെക്സ്, ഇത് മൂന്നും സെറിബ്രൽ കോർട്ടെക്സിൻ്റെ ഭാഗമാണ്. ഇതിനെയാണ് നമ്മൾ പ്രൈമറി ഓൾഫാക്ടറി കോർട്ടെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എൻഡോറീനൽ ഏരിയ എന്ന് പറഞ്ഞാൽ ഏരിയ 28 ആണ് ഓഫ് പാരാ ഹിപ്പോകാമ്പൽ ഗൈറസ്. ഗൈറസും സൾക്കസൊക്കെ എന്താണെന്ന് അറിയുണ്ടാവുമല്ലോ അല്ലേ. നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബ്രെയിനിലെ സൾക്കസ് എന്താണ്, ഗൈറസ് എന്താണെന്നൊക്കെ ഫിസിയോളജിയിലൊക്കെ ഒരുപാട് പ്രാവശ്യം പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ പാരാ ഹിപ്പോകാമ്പൽ ഗൈറസിനെയാണ് ശരിക്കും എന്ത് പറയുന്നത്, എൻഡോറീനൽ ഏരിയ എന്ന് പറയുന്ന പാരാ ഹിപ്പോകാമ്പൽ ഗൈറസിലെ എൻഡോറീനൽ ഏരിയ 28നെയാണ് നമ്മൾ സെക്കൻഡറി ഓൾഫാക്ടറി കോർട്ടെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ലാസ്റ്റ് എന്തായാലും അവസാനം ഈ ഒരു പാത്വേയിൽ അവസാനം എത്തുന്നത് സെറിബ്രൽ കോർട്ടെക്സിലാണല്ലോ. അപ്പോൾ ഇവിടുത്തെ സെറിബ്രൽ കോർട്ടെക്സ് എന്ന് പറഞ്ഞാൽ ഓൾഫാക്ടറി സെറിബ്രൽ കോർട്ടെക്സ് ആണ്. ഓൾഫാക്ടറി സെറിബ്രൽ കോർട്ടെക്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് മാത്രമല്ല, പ്രൈമറി സെക്കൻഡറി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ഒരുപാട് കോർട്ടെക്സുകൾ എന്ന് പറയുമ്പോൾ സെറിബ്രൽ കോർട്ടെക്സുകൾ ഡിഫറെൻ്റ് ആയിട്ട്, ഓൾഫാക്ടറി കോർട്ടെക്സ് പലതും കൂടെ കൂടിയിട്ടുള്ളതാണ്, ആ ഒരു ഭാഗം മാത്രം കൂടിയതല്ല. നമുക്ക് ഓൾഫാക്ടറി കോർട്ടെക്സ് എന്ന് സിംപ്ലി പറഞ്ഞാലും അത് ആ ഒരു ഭാഗം മാത്രമായിരിക്കില്ല, അതൊരു ഒറ്റ സിമ്പിൾ ഭാഗമല്ല, ഒരുപാട് ഭാഗമായിട്ട് പരസ്പരം കണക്ട് ചെയ്തിട്ടുള്ള ഭാഗമാണ് എന്നുള്ളതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി ഈ പറഞ്ഞതിൽ നമുക്ക് എന്താ വെച്ചാൽ മൊത്തത്തിലൊന്ന് എന്താ പറയുക, സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് ഓൾഫാക്ടറി പാത്വേ ആണ്. അതിൽ ഫസ്റ്റ് ഓൾഫാക്ടറി എപ്പിത്തീലിയം, ഇത് നോക്കാം. ഓൾഫാക്ടറി എപ്പിത്തീലിയത്തിൽ നിന്നാണ് സ്റ്റാർട്ടിങ്, അറിയാലോ. കാരണം നമുക്കറിയാം ഓൾഫാക്ടറി എപ്പിത്തീലിയത്തിലേക്കാണ് പാർട്ടിക്കിൾസ് വരുന്നത്, അത് കഴിഞ്ഞ് ഓൾഫാക്ടറി ഗ്ലോമർലയിൽ എത്തുന്നത് ഓർക്കുക. ന്യൂക്ലിയസ് പോകുന്നതാണ്, അതൊന്നും പറയുന്നില്ല. പക്ഷേ ഓൾഫാക്ടറി ഗ്ലോമർലയിൽ എത്തുന്നു, ഓൾഫാക്ടറി ഗ്ലോമർലൈ ഫോം ചെയ്യുന്നത്. അത് കഴിഞ്ഞ് പിന്നീട് ഓൾഫാക്ടറി ട്രാക്റ്റായിട്ട് പോകുന്നതാണ്. ഈ ഓൾഫാക്ടറി ട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ആക്സോൺസ് ഓഫ് മിട്രൽ ആൻഡ് ടഫ്റ്റഡ് സെൽസ്, അതിൽ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതിലൊന്നെന്ന് പറഞ്ഞാൽ ലാറ്ററൽ ഓൾഫാക്ടറി സ്ട്രയ, രണ്ടാമത്തത് ഇൻ്റർമീഡിയറ്റ് സ്ട്രയ, മൂന്നാമത്തത് മീഡിയൽ ഓൾഫാക്ടറി സ്ട്രയ. ഇതിൽ ആദ്യത്തെ ലാറ്ററൽ ഓൾഫാക്ടറി സ്ട്രയ എന്ന് പറഞ്ഞാൽ മിട്രൽ സെൽസിൻ്റെ ആക്സോൺസ് കൂടി ചേർന്നിട്ടുണ്ടാകുന്നതാണ് എന്ത്, ലാറ്ററൽ ഓൾഫാക്ടറി സ്ട്രയ. ഇത് അമിഗ്ഡാലയിലേക്ക് പോകും ആദ്യം, അത് കഴിഞ്ഞ് ഹൈപ്പോതലാമസ്, പിന്നെ തലാമസ് ആൻഡ് ഓർബിറ്റോ ഫ്രണ്ടൽ കോർട്ടെക്സ്. ഇത് ഞാൻ കാണിച്ചു തരാം ഇമേജിൽ. ലാറ്ററൽ ഓൾഫാക്ടറി സ്ട്രയ അല്ലേ, ലാറ്ററൽ ഓൾഫാക്ടറി സ്ട്രയ എന്ന് പറയുന്നത് ആക്സോൺസ് ഓഫ് മിട്രൽ സെൽസ് ആണ്. ഇതിൽ മിട്രൽ സെൽസ് കണ്ടില്ലേ, മിട്രൽ സെൽസിൻ്റെ ആക്സോൺസ് ആണ്. ഇത് പോകുന്നത് അമിഗ്ഡാലയിലേക്കാണ്. മിട്രൽ സെൽസ് ഈ രണ്ടുമുണ്ട്, ഇത് നേരെ പോയിട്ട് അമിഗ്ഡാല എന്ന് പറഞ്ഞത് ഇതാണ്, ഈ ഗ്രീൻ കളറിൽ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് ആണ് ഇങ്ങോട്ട് വന്നു. ഇനി അമിഗ്ഡാലയിൽ നിന്ന് പോകുന്നത് ഹൈപ്പോതലാമസ് ഈ ബ്ലൂ കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നതാണ് ഹൈപ്പോതലാമസിൽ നിന്ന് പിന്നീട് പോകുന്നത് തലാമസിലേക്കാണ്. ഓക്കെ, ഇത് പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് തലാമസിലേക്കും പോകുന്നുണ്ട്. എന്നിട്ട് ഹൈപ്പോതലാമസ് ആദ്യം ഇവിടെ ഇതാണ് സാധനം, ആദ്യത്തെ മിട്രൽ സെൽസ്, മിട്രൽ സെൽസ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് ഏറ്റവും തലക്കത്താണ്. ഇതിങ്ങനെ പോയിട്ട് നമ്മുടെ അമിഗ്ഡാലയിലെത്തി. അമിഗ്ഡാലയിൽ നിന്ന്
പോകുന്നത് ഹൈപ്പോ തലാമസിലേക്കും ഹൈപ്പോ തലാമസിൽ നിന്ന് തലാമസിലേക്കും പോയിട്ട് പിന്നീട് ഇങ്ങനെ പോകുന്നു. വയലറ്റ് കളർ കണ്ടില്ലേ, അത് ഓർബിറ്റോ ഫ്രണ്ടൽ കോർട്ടെക്സിലേക്കും പോകുന്നു. ഇതാണ് നമ്മുടെ ലാറ്ററൽ ഓൾഫാക്ടറി സ്ട്രയ. ഇനി രണ്ടാമത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ്റർമീഡിയറ്റ് സ്ട്രയ ആണ്. ഈ ഇൻ്റർമീഡിയറ്റ് സ്ട്രയ എന്ന് പറഞ്ഞാൽ ആക്സോൺസ് ഓഫ് മിട്രൽ സെൽസ് ആണ്. പിന്നെ ഇതൊന്നും നമുക്കങ്ങനെ മാർക്ക് ചെയ്ത് കാണിച്ചു തരാൻ പറ്റില്ല, കാരണം രണ്ട് സൈഡുള്ളതുകൊണ്ട്. ഒരു മൂക്കല്ലല്ലോ, രണ്ട് മൂക്കില്ലേ, അപ്പോൾ അതിനനുസരിച്ച് ബ്രെയിനിലാണെന്നുണ്ടെങ്കിലും റൈറ്റും ലെഫ്റ്റും ഭാഗങ്ങളും ഇതൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ ആ ഒരു ഇതുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് പറയാനേ പറ്റുള്ളൂ. അപ്പോൾ അതങ്ങനെ വരച്ചതായ ഒരു ഭാഗം മാത്രമേ നമ്മുടെ പിക്ചറിലൊക്കെ ഉള്ളൂ. അപ്പോൾ ഇൻ്റർമീഡിയറ്റ് സ്ട്രയ എന്ന് പറഞ്ഞാൽ മിട്രൽ സെൽസിൻ്റെ ആക്സോൺസ് ഫോം ചെയ്യുന്നതാണ്. ഇത് ആദ്യം പോകുന്നത് ആൻറ്റീരിയർ ഓൾഫാക്ടറി ന്യൂക്ലിയൈ, ഓൾഫാക്ടറി ട്യൂബർക്കിൾ, പിന്നെ പിരിഫോം കോർട്ടെക്സ്, അമിഗ്ഡാല, എൻഡോറീനൽ കോർട്ടെക്സ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ഓൾഫാക്ടറി ഡിഫറെൻറ്റ് പാർട്ടുകൾ എന്ന് പറഞ്ഞില്ലേ, അതാണ് ഇപ്പോൾ പറഞ്ഞത്. അതിൽ ഏതൊക്കെയോ അതിലെല്ലാം ഇല്ല, എന്നാലും ഓൾമോസ്റ്റ് അതിൽ വരുന്നതൊക്കെ പറഞ്ഞു. ഇങ്ങനെ എൻഡോറീനൽ കോർട്ടെക്സിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് പോകുന്നത് തലാമസിലേക്കാണ്. തലാമസിൽ നിന്ന് ഓർബിറ്റോ ഫ്രണ്ടൽ കോർട്ടെക്സിലേക്ക് പോകും. ഇനി ഫൈനലി ഇതിലെ മൂന്നാമത്തെന്ന് പറഞ്ഞാൽ മീഡിയൽ ഓൾഫാക്ടറി സ്ട്രയയാണ്. ഈ മീഡിയൽ ഓൾഫാക്ടറി സ്ട്രയ എന്ന് പറഞ്ഞാൽ ആക്സോൺസ് ഓഫ് ടഫ്റ്റഡ് സെൽസ് ആണ് ഫോം ചെയ്യുന്നത്. ഇത് പോകുന്നത് ഓൾഫാക്ടറി ബൾബ് ആൻഡ് ഓൾഫാക്ടറി ട്യൂബർക്കിൾ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്. ഏതാണ് പറഞ്ഞത്? ഓൾഫാക്ടറി ബൾബ് ആൻഡ് ഓൾഫാക്ടറി ട്യൂബർക്കിൾ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡിൽ ഓൾഫാക്ടറി ട്യൂബർക്കിളിലേക്ക് പോകും. അത് കഴിഞ്ഞ് പിന്നെ ഹൈപ്പോ തലാമസിലേക്ക് പോകും. അത് കഴിഞ്ഞ് ഓർബിറ്റോ ഫ്രണ്ടൽ കോർട്ടെക്സിലേക്ക് പോകും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾഫാക്ടറി ട്രാക്റ്റായിട്ട് ഫോം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്ത് ഡിഫറെൻറ്റ് ഏരിയയിലൂടെയൊക്കെയാണ് പോകുന്നത്. പിന്നെ ഓർബിറ്റോ ഫ്രണ്ടൽ കോർട്ടെക്സ് എന്ന് പറഞ്ഞാൽ ഒറ്റൊരു സിംഗിൾ ഏരിയ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പല ഭാഗങ്ങളും പല ഏരിയാസും കൂടി ചേർന്നിട്ടുള്ളതാണ്. അപ്പോൾ അത് ഏതൊക്കെയാണ് എന്നുള്ളതൊന്ന് പഠിക്കുക. പിന്നെ പ്രൈമറി സെക്കൻഡറി കോർട്ടെക്സ് ഏതൊക്കെയാണ് എന്ന് പഠിക്കുക. അതുകൊണ്ട് തന്നെ പല ഭാഗത്തായിട്ട് ഇതിൻ്റെ ഫങ്ഷൻസ് നടക്കുന്നതുകൊണ്ട് നമുക്ക് ഒറ്റ ഭാഗത്തേക്കുള്ള ഒരു പോക്ക് എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അത് ഡിഫറെൻ്റ് ആയിട്ട് ബ്രാഞ്ച്ഡ് ആയിട്ട് ഓൾഫാക്ടറി ട്രാക്റ്റ് ആയിട്ടാണ് പോകുന്നത് എന്നാണ് നമ്മുടെ സ്മെല്ലിൻ്റെ പാത്തിനെ കുറിച്ച് പറയുമ്പോൾ പറയാനുള്ളത്. ഓക്കെ, ദാറ്റ്സ് ഓൾ. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഓൾഫാക്ടറി പാത്ത് അല്ലെങ്കിൽ സ്മെല്ലിൻ്റെ പാത്ത്. ഓക്കെ.